ലൈഫ് ഒരു കടൽ പോലെയാണ്. അല്ലെങ്കിൽ വേണ്ട, ലൈഫ് ഒരു പുഴ പോലെയാണ്. അതും അല്ലെങ്കിൽ വേണ്ട, സിംപിളി ഒരു തോട് പോലെയാണ്. ചിലർ ജീവിതമാകുന്ന ഒഴുക്കിൽ പിടിച്ചു നിൽക്കും, ചിലർ ആ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ ജീവിച്ചു പോകും. മറ്റു ചിലർ ഒഴുക്കിനെതിരെ നീന്തി റിസ്ക് എടുക്കും. അങ്ങനെ റിസ്ക് എടുത്തവരാണ് നമ്മൾ നസുവിടെ കാണാൻ പലരും. പക്ഷെ അവർക്കുള്ള പ്രസക്തിയില്ല. ഇവിടെ പ്രസക്തി ഇവർക്കാണ്, ഈ രണ്ടുപേർക്ക്. അയ്യേ, നിങ്ങളെന്താ ഇവിടെ വന്നിരിക്കണേ? എന്താ ഇപ്പൊ ഡാൻസും സിനിമ പഠിത്തമൊന്നും ഇല്ലേ? ഒന്ന് എനിക്ക് പോയേടാ. എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായ ഈ രണ്ടുപേർക്ക്. ഇൻട്രോന് എത്ര പഞ്ച് വേണ? ഇരിക്കട്ടേന്ന്. ഇവിടെയാ അവിടെ മാറിയിരിക്കും. തുടക്കത്തിൽ തന്നെ കൊളാക്കല്ലടാ. കൊള്ള ഇത് പുഴയല്ലേ? തിരിഞ്ഞേ, ഞാൻ പറഞ്ഞോളാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എങ്ങനെയാ റിസ്ക് എടുക്കണ്ടേ, ഏത് വഴിക്കാ റിസ്ക് എടുക്കണ്ടേന്നൊന്നും ഇവർക്കറിയില്ല. എന്നാലും ഒരു കാര്യത്തിൽ ഇവർക്ക് ഒടുക്കത്തെ കോൺഫിഡൻസാ. നമ്മളെവിടെയെങ്കിലും എത്തുറാ. ഇതേ വീട്ടിലെത്താൻ നോക്ക്. ഇവർ ഇപ്പോ നയിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം എന്താണെന്ന് വെച്ചാ, വിശേഷ ദിവസങ്ങള് ഇവർക്കൊരു ഹര. നാട്ടിൽ പ്രശസ്തി നേടാൻ ഫ്ലെക്സ് വയ്ക്കലും ഡീസന്റ് ആയി നടന്നിട്ട് ഒരു കാര്യമില്ലാന്ന് കണ്ട് ഓരോ കോമാളി വേഷം കെട്ടലൊക്കെ. ഇത്രയൊക്കെ ചെയ്ത് നാട്ടിലൊരു വില ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും അവർക്കത് കിട്ടി. പുല്ല് വില. അതധികം വൈകാതെ ഈ പശു നക്കിയ പോലെ ആവും. പശുവാ? പോത്തല്ലേ? ഇവന്റെ അകത്തുള്ള ജീവിതം ഇങ്ങനെയാണെങ്കിലും പുറത്തിറങ്ങുമ്പോ വേറെ ലെവലാ. Yeah, my number one, Alexander Stan. Yeah, my number one, Alexander Stan. That's right. Yeah, call Brit. Take it. Let's go. Hey, you're one in a million. In my heart, feeling love. You're so brilliant. Girl, I've missed you. ഫ്രീക്കനാണ് പോലും, ഫ്രീക്കൻ. എന്ത് ഫ്രീക്കൻ. അടുത്തത് ഇവൻ. ആളെ കാണാൻ തിരക്കിടില്ലെങ്കിലും തനി കൂറയാ, കൂറ. പണ്ടാരോ പറയുന്നത് കേട്ടുണ്ട്, ജീവിതത്തിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരെ വിജയിച്ചിട്ടുള്ളൂ. ഡ്രംസ്, ഡാൻസ്, കറക്കല്. എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? ആ നശിച്ചവനോട് നടക്കണത്തോളം കാലം നീ ഗുണം പിടിക്കില്ല. അത് കാര്യാക്കണ്ട, അതിവിടെ പതിവാ. ഈ ഇരിപ്പ് കണ്ട ഹയ്യബൂസ ഇരിക്കാന്ന് തോന്നെങ്കിലും പക്ഷെ അങ്ങനെയല്ല. ഇതിൽ ബാക്കിൽ ഇവനെ ഇരുത്തി നടപ്പാണ് നാട്ടിൽ ഒട്ടുമിക്ക ആളുകൾ എപ്പോഴും കാണുന്ന കാഴ്ച. പലരും ജമ്പനും തുമ്പനും ടക്കുടലിൽ പെടുന്നൊക്കെ പറയുമെങ്കിലും ഇവർക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഈ വണ്ടിയുടെ ബാക്കിൽ തന്നെയുണ്ട്. കുട്ടികളായിരിക്കുമ്പോൾ ക്ലാസ്സിൽ പോകുമ്പോഴും വരുമ്പോഴും ചില ചേട്ടന്മാർ റോഡിലും കനാൽ തിണ്ടത്തും വെറുതെ ഇരിക്കണ കാണാം. അപ്പോഴുള്ള ആഗ്രഹം എങ്ങനെയെങ്കിലും പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇവരെ പോലെ വെറുതെ ഇരിക്കുന്നതായിരുന്നു. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ ആഗ്രഹം ഒന്നും കൂടി ആ കാലൊക്കെ ഒന്ന് തിരികെ കിട്ടിയെങ്കിലെന്നാണ്. എല്ലാ നാട്ടിലുണ്ടാവും പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇനി എന്തെന്നുള്ള രീതി ചിന്തിച്ചിറക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ. എല്ലാവരുടെ മനസ്സിലും ടെൻഷനാ. ഇനി എന്ത്? നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും എന്തിന് കക്കൂസിലിരിക്കുമ്പോൾ ഇതാണ് ചന്തി ചിന്ത. ഒരാൾക്ക് പേരും പ്രശസ്തിയും വേണം, ഒരാൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. 100-ൽ 90% ആളുകളും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും
അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർ വെറും 10% മാത്രം. അങ്ങനെ ഈ 10%-ൽ 2 ആളുകളായി പ്രയത്നിക്കത്തില്ലെങ്കിലും എങ്ങനെയെങ്കിലും കിട്ടിയാ കൊള്ളാവുന്നുണ്ട്. ഒരു പഴഞ്ചൊല്ലുണ്ട്, കൊതിച്ചത് കിട്ടില്ല, വിധിച്ചതേ കിട്ടുമെന്ന്. മനുഷ്യനായി ജീവിക്കുകയാണെങ്കിൽ വിധിയിൽ വിശ്വസിച്ചേ പറ്റൂ. കൊതിച്ചതും വിധിച്ചതും കിട്ടണേ എന്നാണ് ഇവരുടെ ഇപ്പോഴത്തെ പ്രാർത്ഥന. മനുഷ്യർക്കെല്ലാവർക്കും ഒരു വിധിയുണ്ട്. അതെങ്ങനെയാ, എപ്പോഴാ, ഏത് വഴിക്കാ, ഇതൊന്നും ആർക്കും പറയാൻ പറ്റൂല.